നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ജില്ലയിൽ ആരംഭിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പത്രിക നൽകി. നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പത്രിക നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ വരണാധികാരിയായ ജില്ലാ കളക്ടർ S. ചിത്രയ്ക്ക് മുന്നിലാണ് ചൊവ്വാഴ്ച പത്രിക നൽകിയത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിന് എത്തിയത്. മന്ത്രി MP രാജേഷ്, മറ്റു നേതാക്കളായ AK ബാലൻ, NN കൃഷ്ണദാസ്, A. സുരേഷ് കുമാർ, മറ്റു നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. A. വിജയരാഘവൻ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യതകൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രതിലോമകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന SDPI UDF-ന് നൽകിയ പിന്തുണ കാര്യമായ സ്വാധീനമുണ്ടാക്കില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മുനിസിപ്പാലിറ്റിയുടെ 1/3 പോലുമില്ലാത്ത കരിവന്നൂരിന് വേണ്ടി പ്രതികരിക്കുന്നത് അജണ്ടകളുടെ ഭാഗമാണെന്നും A. വിജയരാഘവൻ സൂചിപ്പിച്ചു. ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയിൽ പാലക്കാട്ട് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ്. SDPI നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപരമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ UDF-ന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. SDPI-യുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല. പാനലിൽ ഞങ്ങളതിനെ കാണുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം, ഒരു മുനിസിപ്പാലിറ്റിയുടെ 1/3 ഭാഗം വരുന്ന ഒരു പ്രദേശത്തിൻ്റെതായ ഒരു പ്രശ്നത്തെ അദ്ദേഹം വലിയ വിഷയമായിട്ട് ഉന്നയിക്കുകയാണ്. ആ പ്രശ്നങ്ങളിൽ അതിൻ്റെ ന്യായാന്യായതകൾക്കനുസരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ആ ബാങ്കിൽ വന്ന ക്രമക്കേടുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലത്തിലെ 1ാം ഘട്ട പര്യടനം നടന്നു. ഇന്ന് രാവിലെ 8 മണിക്ക് കമ്പനിപ്പടി, മുള്ളൂർക്കര, SN നഗർ, ഇരുനിലങ്കോട്, കുമരപ്പനാൽ, വരവൂർ വളവ്, കൊറ്റുപുറം തുടങ്ങി വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലായിടത്തും വൻ ജനാവലിയുമായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും എല്ലാം തകർത്തെറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട് ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ നല്ലപോലെ നിറവേറ്റേണ്ടതാണ്. അങ്ങനെ നിറവേറ്റാൻ തയ്യാറാകുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കും. അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ആലത്തൂർ മണ്ഡലമടക്കം നമുക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയും. UDF കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താലക്കൊപ്പം ഏസോൺ ഓട്ടോത്തിൽ വെച്ചാണ് UDF കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP എല്ലാ അധികാര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും BJP-യുടെ 10 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ഷിബു മീരാൻ സൂചിപ്പിച്ചു. 98 കോടി മനുഷ്യർ അണിനിരക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവത്തിന്റെ ആരവങ്ങൾ ഉയർത്തുമ്പോൾ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടുന്നതിനേക്കാൾ ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് വർത്തമാനകാലത്ത് കൗതുകത്തോടെ കണ്ണയക്കുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പായി നടന്നു പൂർത്തിയാകുന്നു എന്നതാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലത്ത് നമ്മുടെ സമ്പന്നമായ ചരിത്രത്തിൽ നമ്മുടെ ലോകത്തിന് മുമ്പിൽ കഥയൊക്കെ പിടിച്ചു നിന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഗാംഭീര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഫെയർ ഇലക്ഷൻ രാജ്യം 47 വർഷത്തോളം പിടിച്ച ഒരു പാർട്ടി ഇവിടെയുണ്ട്.
ഒരുപക്ഷെ രാജ്യസമൂഹമായി അവരുടെ കൈകളിലേക്ക് അധികാരം കൈമാറിയിട്ടുമ്പോ ഒരു ഏകാധിപത്യത്തിന്റെ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയുടെ സാധ്യത ആളുകളുണ്ടായിരുന്നു. പക്ഷേ പണ്ഡിറ്റ് ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട് കലുഷിതമായ സാഹചര്യത്തിൽ 1952 ആ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരുന്നു. KPCC മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CMA കരീം, KP വാപ്പുട്ടി, PT മുഹമ്മദ്, EK മുഹമ്മദ് കുട്ടിയാജി, കമ്മുക്കുട്ടി എടത്തോൾ, E മുസ്തഫ, ET ഉമ്മർ, T കുഞ്ഞാപ്പ ഹാജി, KP റസാഖ്, റിയാസ് സിയാട്ടിൽ, രവി സരോവരം, M രാധാകൃഷ്ണൻ, AP രാമദാസ്, റിയാസ് മുക്കോളി, CP മുസ്തഫ, MT വഹാബ്, MC അസീസ്, അനിൽ പുലാശ്ശേരി, KP കുഞ്ഞാനു, CP മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ 2 പേർക്ക് വെട്ടേറ്റു. ഊരോത്ത് പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. സഹോദരങ്ങളായ അറുമുഖൻ, മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. മണിക്ക് തലയിൽ മടലുകൊണ്ട് അടിയേറ്റ് പരിക്കുണ്ട്. കൊടുവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഇദ്ദേഹത്തിന് നെഞ്ചിലും പരിക്കേറ്റു. മണിയുടെ ഇടതു തോളിലാണ് വെട്ടിയത്. ഇരുവരും നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൈപ്പിൽ നിന്നും വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് ഇന്ന് രാവിലെ തർക്കം ആരംഭിച്ചത്. ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. പ്രദേശവാസികളായ 3 പേർ ആക്രമിച്ചെന്നാണ് അറുമുഖനും മണിയും പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കൂറ്റനാട് സെന്റർ, കൂനമുച്ചി സെന്റർ, കറുകപ്പുത്തൂർ, കപ്പൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രസേനയും ചാലിശ്ശേരി പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്രസേന വിഭാഗമായ CRPF റൂട്ട് മാർച്ച് നടത്തിയത്. സാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘർഷ സാധ്യതയേറിയതുമായ പ്രദേശങ്ങളിൽ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക, പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്താറുള്ളത്. ചാലിശ്ശേരി SI റനീഷ് നേതൃത്വം നൽകി. 50ഓളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ ടൗൺ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഒഴിവുവേളകളിൽ പട്ടാമ്പിക്കാർക്ക് വിശ്രമിക്കാനുള്ള ഒരിടമാണ് ഇവിടെ സജ്ജമാകുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പൊതുജനങ്ങളുടെ ഉല്ലാസത്തിനും പട്ടാമ്പി നഗര സൗന്ദര്യവൽക്കരണവും ഭാരതപ്പുഴ സംരക്ഷണവുമെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ നിലയോര പാർക്ക് സജ്ജമാക്കുന്നത്. പട്ടാമ്പി പാലം മുതൽ പടിഞ്ഞാറക്കമാനം നമ്പ്രം റോഡ് വരെയുള്ള പുഴയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടാണ് പാർക്ക് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ മാലിന്യം തള്ളൽ ഇല്ലാതാക്കുകയും പാർക്കിന്റെ ലക്ഷ്യമാണ്. നിലവിൽ ഗ്രിൽ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ലെവലിംഗ് പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. കയ്യേറ്റം ഒഴിപ്പിച്ച 75 സെന്റ് സ്ഥലത്തും ഭാരതപ്പുഴയുടെ തീരത്തുമാണ് പാർക്ക് സജ്ജമാക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. അലങ്കാര ലൈറ്റ് സ്ഥാപിക്കൽ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ആംഫി തിയേറ്റർ എന്നിവയും പാർക്കിൽ സജ്ജമാക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നതിനും പ്രഭാത സായാഹ്ന ഉല്ലാസത്തിനുമെല്ലാം ടൗൺ പാർക്കിലൂടെ സാധ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യഘട്ട പ്രവൃത്തികൾ ഉടൻ തന്നെ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം. 2 ആഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു മുനിസിപ്പാലിറ്റിയിലെയും 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾ. നടപടിയെടുക്കാതെ അധികൃതർ.
പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ നിന്നാണ് ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ 3 പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കും ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത്. 2 ആഴ്ചയായി കടുത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ വെള്ളം ഇല്ലാത്തതിനാൽ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതേസമയം സമീപമുള്ള ഉരുക്കു തടയണയിൽ വെള്ളം ലഭ്യമാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് തടയണ പൊളിച്ച് പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു. എന്നാൽ തടയണ ശരിയാക്കുന്നതിന്റെ ഭാഗമായി അധികൃതർ പൊളിച്ച ഭാഗം ശരിയാക്കുകയും താൽക്കാലികമായി തടയണയിൽ നിന്ന് വെള്ളം പുറത്തുപോകാൻ കുറച്ച് ദ്വാരങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലൂടെ വരുന്ന വെള്ളം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മോട്ടോർ അടിക്കാൻ പാകത്തിന് കിട്ടുന്നുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പുഴയിൽ വെള്ളമില്ല, വെള്ളം വരവ് തീരെ ഇല്ല. അപ്പം പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും. അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്നൊരു പരിപാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് ഡാം തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത്. മഴ പെയ്ത് മലമ്പുഴ ഡാം തുറന്നുവിടാതെ മോട്ടോർ അടിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കുകയില്ലെന്നും പമ്പ് ഓപ്പറേറ്റർ എം ഹരിപ്രസാദ് പറയുന്നു. എന്നാൽ കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതരെത്തി JCB ഉപയോഗിച്ച് പുഴയിൽ വലിയ ചാലുണ്ടാക്കി വെള്ളം പമ്പ് ഹൌസിലേക്ക് എത്തിച്ചിരുന്നു. വേനൽമഴ ലഭിച്ച് എന്ന് ഭാരതപ്പുഴയിൽ വെള്ളം ജനങ്ങൾക്ക് ലഭിക്കും എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. CCTV ന്യൂസ്, തളി. മാനവികതയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന് കൂറ്റനാട് ന്യൂ ബസാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമൂഹ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 15 വർഷം തുടർച്ചയായി സംഘടിപ്പിച്ചുവരുന്ന സമൂഹ നോമ്പുതുറ 21 ദിവസങ്ങൾ പിന്നിട്ടു. ന്യൂ ബസാർ പ്രദേശവാസികൾ, വ്യാപാരികൾ, പ്രവാസി സുഹൃത്തുക്കൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഓരോ ദിവസത്തെയും സമൂഹ ഇഫ്താർ സംഗമം നടക്കുന്നത്. കൂറ്റനാട് ന്യൂ ബസാർ പരിസരത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടക്കുന്ന സമൂഹ നോമ്പുതുറയിൽ ഓരോ ദിവസവും 350-ലേറെ വിശ്വാസികളാണ് നോമ്പു തുറക്കാൻ എത്തുന്നത്. വിശ്വാസികൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂറ്റനാട് നിവാസികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവരും ഓരോ ദിവസത്തെയും നോമ്പുതുറയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. നെൽകൃഷി പാടെ നിന്നുപോയിരുന്ന പ്രദേശം ഏറ്റെടുത്ത് പൊന്നു വിളയിക്കുകയാണ് ഈ കൂട്ടുകാർ. ഓരോ സീസണിലും അനുയോജ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്താണ് ഇവർ മാതൃക കാണിക്കുന്നത്. നെൽകൃഷിക്ക് ശേഷം വേനൽക്കാലത്ത് നടത്തുന്ന തണ്ണിമത്തനും ഇറാനി മത്തനും ഷമാമും പിന്നെ പച്ചക്കറി ഇനങ്ങളായ വഴുതന, വെണ്ട, മത്തൻ, തക്കാളി, പയർ, പച്ചമുളക്, കക്കരിക്ക, വെള്ളരി കൂടാതെ പടുതാക്കുളത്തിൽ നിർമ്മിച്ച മത്സ്യകൃഷിയുമാണ് നടത്തിവരുന്നത്. 20 ഏക്കർ സ്ഥലത്താണ് ഇവ കൃഷി ചെയ്തു വരുന്നത്. തോട്ടത്തിന് ഭംഗി പരത്തി ഇടവിട്ട് സൂര്യകാന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വിളവെടുപ്പ് തുടങ്ങിയത് മുതൽ നമുക്ക് ഏകദേശം 3 ഏക്കറോളാണ് നമ്മൾ ഈ പൈതൃക കർഷക കൂട്ടായ്മ ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 4 കൊല്ലത്തോളമായി ഞങ്ങൾ ഇവിടെ തണ്ണിമത്തൻ, ഷമാമ്, ഫ്രൂട്ട്സ് ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ഫലങ്ങൾ കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്ക് ഈ പൈതൃക കാർഷിക കൂട്ടായ്മക്കുള്ളത്. പച്ചക്കറിക്ക് പിന്നെ ഫ്രൂട്ടും പുറമെ നമ്മൾ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ തിലാപ്പിയും നെട്ടറൊക്കെ ചെയ്തിരുന്നു. ഈ വർഷം ഞങ്ങൾ ആസാം വാഴ ചെയ്തിട്ടുണ്ട്. ആസാം വാഴയും പിന്നെ വലാല ചെയ്തിട്ടുള്ളത്. നല്ല വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം. മാത്രമല്ല കൂടുതൽ പ്രൊഡക്ടിവിറ്റി മൾച്ചിങ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മൾ നിലകൊരുക്കി മൾച്ചിങ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടാവുന്നതാണ്. കൃഷി ചെയ്ത് വിളവ് വിൽപ്പന നടത്താനായി വിപണന കേന്ദ്രവും തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷിഭവനും ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും വീട്ടുകാരും ജനപ്രതിനിധികളും മികച്ച പിന്തുണയേകി രംഗത്തുള്ളതാണ് ഇവർക്ക് പ്രചോദനമാകുന്നത്. കാശ് കൊടുത്ത് എക്സൈസ് സെന്ററിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭൂമിയിലോ പാട്ടത്തിനെടുത്ത ഭൂമിയിലോ അധ്വാനിച്ചാൽ അന്നവും കിട്ടും, ശരീരത്തിന് ആരോഗ്യം കിട്ടും. ഈ സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കൂട്ടായ്മ രൂപീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രദേശത്തെ മാരകമായ അസുഖങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കൂറ്റനാട് നൈറ്റ് മാർച്ച് നടത്തി. മന്ത്രി MP രാജേഷ്, VK ചന്ദ്രൻ, TP മുഹമ്മദ് മാസ്റ്റർ, MK പ്രദീപ്, VP റെജീന, ശ്രീനിവാസൻ, TP ഷഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്താകെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുക, ചേരിതിരിവുണ്ടാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിലൂടെ മോദി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ തീവ്രമായ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത്? അങ്ങനെയല്ലാതെ
ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും വിജയിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് മോദി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.